ഇവിടെ കോവയ്ക്ക ഉണ്ടായി തുടങ്ങിയ പിന്നെ മിക്ക ദിവസങ്ങളിലും കോവയ്ക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഭവം ഉണ്ടായിരിക്കും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി ആകുമ്പോൾ കഴിക്കാനും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്ക തോരനാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 3-4 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കോവയ്ക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ? ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.